ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ വീട്ടിൽ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണെന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നത് എനിക്ക് എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ അർജൻറ്റായിട്ട് വന്നത്. ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യുന്നുണ്ട്. അപ്പോൾ സെം എക്സാമാണ്. എൻ്റെ എക്സാം സെൻറ്റർ പാലക്കാട് ചെർപ്പുളശ്ശേരി ഐഡിയൽ കോളേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്. രാവിലെ 10 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 8:30ക്ക് ഇറങ്ങി കേട്ടോ. ബസ്സിനാണ് പോകുന്നതെങ്കിൽ ഞാൻ സാധാരണ 8:15 ഒരു ബസ്സുണ്ട്, അതിനാണ് പോവാറ്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ കേട്ടോ. പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് പഠിക്കാറെന്നൊന്ന് പറയാട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാണോ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണോ, അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണോ പഠിക്കാറെന്നും ജസ്റ്റ് ഒന്ന് പറ. ഞാനങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാറില്ല കേട്ടോ. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഞാനങ്ങനെ പ്രിഫർ ചെയ്യില്ല. പകരം ഓരോ സബ്ജക്ട്സിൻ്റെയും PDF നമുക്ക് അവൈലബിൾ ആവുമല്ലോ, ആ PDFs വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറ്. ഞാൻ ഡിഗ്രി ചെയ്തിരുന്ന സമയം മുതലേ അങ്ങനെയാണ്. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വാങ്ങാറില്ല. ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ മൊത്തം സ്റ്റഡി മെറ്റീരിയൽ PDF വെച്ചിട്ട് മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നോട്ടും പ്രിപ്പയർ ചെയ്യാറില്ല. ഈ PDF തന്നെ വായിച്ച് നോക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ആയ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കും, ഇമ്പോർട്ടൻ്റ് ആയത് മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ ജസ്റ്റ് എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഞാൻ പഠിക്കാറ്. എക്സാമിനൊരു 3-4 ദിവസം മുമ്പ് PDF ഒന്ന് വായിച്ച് നോക്കും. അതിൽ ഹൈലൈറ്റ് ആയ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എക്സാമിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്തോ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ്സ് മാത്രം ഒന്ന് വായിച്ച് നോക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവും. ആ ഒരു ഐഡിയ വെച്ചിട്ട് കേട്ടോ ഞാൻ എഴുതാറ്. അല്ലാതെ അങ്ങനെ കുത്തിയിരുന്ന് കുറേ സമയം അങ്ങനെ പഠിക്കാറൊന്നുമില്ല. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. നോട്ടീസ് ബോർഡിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഹാളും സീറ്റ് നമ്പറും പേരും ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എക്സാം ഹാളിലേക്ക് പോവുകയാണ്. എക്സാം ഹാളെത്തി. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓവറായിട്ടൊന്നും ചിന്തിക്കാറില്ല കേട്ടോ. ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, ഫുഡ് കഴിക്കണം, അതാണ് മൈൻഡിൽ കേട്ടോ.
അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മളൊരു കരിക്കൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പോയത്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീടെത്താറായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ. താങ്ക് യു.